കഴിഞ്ഞ വീഡിയോസ് തൊട്ട് നമ്മളിങ്ങനെ വെക്കേഷൻ ട്രിപ്പിനെ കുറിച്ചൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്തത് ട്രിവാൻഡ്രത്ത് നിന്നായിരുന്നല്ലോ. ട്രിവാൻഡ്രത്ത് നമ്മൾ 2 ദിവസം ഉണ്ടായിരുന്നു. ആ 2 ദിവസം നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഉദയസമുദ്ര ബീച്ച് റിസോർട്ടിലായിരുന്നു. അപ്പോൾ റിസോർട്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. കോവളത്താണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. ഈ കാണുന്നതെല്ലാം കയറി ചെല്ലുന്ന എൻട്രൻസിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ. കുറച്ച് കേരള ട്രഡീഷണൽ ആർക്കിടെക്റ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു റിസോർട്ടാണിത്. കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഇന്റീരിയലാണെങ്കിലും എല്ലാം ഒരു കേരള ടച്ചിൽ ചെയ്തിരിക്കുന്ന ഒരു റിസോർട്ടാണിത്. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതുപോലുള്ള ആന്റിക് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഫുള്ളി ഡെക്കർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. നമ്മൾ 2 ബെഡ്റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ബെഡ്റൂമിൽ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു. 2 സോഫ കബോർഡൊക്കെ ആയിട്ട്. അവിടെ തന്നെ വെളിയിലോട്ട് ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിലും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വ്യൂ ഒരു പൂൾ വ്യൂ ആണ് ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ക്ലൈമറ്റിലൊക്കെ വന്നിരിക്കുമ്പം നല്ല രസമുണ്ടായിരുന്നു. വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം. നമ്മൾ ഈ ഒരു പൂൾ വ്യൂ ഉള്ള റൂമിലായിരുന്നു. ഇതിന്റെ ബാക്കിലോട്ട് വരുന്ന റൂമുകളിൽ ബീച്ച് വ്യൂ കിട്ടാറുണ്ട്. നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഒരു കോർട്ട്യാർഡൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്സൈഡ് വ്യൂസ് ഒക്കെ ഒന്ന് കാണാം. ഇവിടെ നമ്മുടെ ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് പോയി കഴിയുമ്പം ഒരു ചെറിയ കോറിഡോർ ആണ് കേട്ടോ. ആ കോറിഡോറിലൂടെ നടന്ന് നമുക്ക് വെളിയിലേക്ക് പോവാം. ഇതെല്ലാം റൂംസ് ആണ് കേട്ടോ കാണുന്നത്. ഇങ്ങോട്ട് നോക്കിയാലും പച്ചപ്പും ഹരിതാഭയും മാത്രം. ദുബായിൽ നിന്ന് നേരെ വന്ന് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് താമസിച്ചുകൊണ്ടാന്ന് തോന്നുന്നു ഈ പച്ചപ്പും ഹരിതാഭയും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നേരെ നടന്ന് ബാക്കിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ ബീച്ചാണ് കേട്ടോ. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബീച്ചിലേക്ക് ഇറങ്ങുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമായതുകൊണ്ട് ജസ്റ്റ് നമ്മൾ കണ്ട് അവിടെയൊക്കെ കുറച്ചു നേരം നിന്ന് തിരിച്ചു പോന്നു. നമ്മൾ വരുന്നതിന് കുറച്ച് ദിവസം മുമ്പേ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം റിലേറ്റ് ചെയ്ത് നമുക്ക് കുറേ പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ റൂം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. റെസ്റ്റോറൻറ്റ് ആക്സസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ എപ്പോൾ പോകും എപ്പോൾ തിരിച്ചു വരും എന്നുള്ളതിന് നമുക്ക് തന്നെ വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 2 ഡബിൾ റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് നമുക്ക് ഒരു റൂമിന് പെർ ഡേ 5000 റുപ്പീസ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്.